ആ അമ്മ വന്നിട്ടില്ല. പിന്നെ കുറി തുടങ്ങിയ ടാക്സ് മറിക്കണ്ടല്ലോ. ആയിക്കോട്ടെ വരണം താന്നേ. ഏട്ടാ വരാൻ വൈകാണെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് വന്നാതീട്ടാ. തിരിച്ചെത്തുന്നവരെ വിശന്നിരിക്കണ്ടാട്ടാ. ആര് അച്ഛനാ പുറത്തുനിന്ന് കഴിക്കുന്നത്? അതെന്തെങ്കിലും കഴിക്കാന്നേ. മോളെ ഇന്നത്തെ ഇന്റർവ്യൂ എങ്ങനെ? നിനക്ക് പ്രതീക്ഷയുണ്ടാ? നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ശുഭപ്രതീക്ഷയോടെ ചെയ്യണം. ജോലി കിട്ടാതിരിക്കുക ചെയ്യട്ടെ, നമുക്ക് ട്രൈ ചെയ്യാന്നേ. അല്ല ഞാനിത് ആരോടെ പറയണത്? ഇതെല്ലാം എനിക്ക് പറഞ്ഞു തന്ന അച്ഛനോടോ? മോൾക്ക് ഈ ജോലി കിട്ടും, അച്ഛൻ്റെ മനസ്സ് പറയേണ്ടത് കിട്ടും. അതാണ്. അന്ന് നിങ്ങൾ പൊക്ക സമയം കളയണ്ട. കാരണം രാവിലെ ഞങ്ങളുടെ മോൾക്കൊരു ഇന്റർവ്യൂ ഉണ്ട് മോനെ, അങ്ങോട്ട് പോകാം. എന്നാലേ താനിന്ന് എങ്ങോട്ടും പോണ്ടോ? അതെന്താ? അതൊക്കെ ഈ കാരണവർക്ക് അറിയാലോ. എന്താ എന്താ മോനെ? ഡോഡോഡോ തൻ്റെ അഭിനയമൊക്കെ കയ്യിലിരിക്കട്ടെ. നിങ്ങൾ എന്ത് കാര്യം എന്ന് വെച്ചാ പറ, ഞങ്ങൾക്ക് പോണം. ചാടലേടി നിക്കടി അവിടെ. അച്ഛൻ വന്നേ നമുക്ക് പോവാം. കാരണവരെ വേണ്ടാട്ടാ, വെറുതെ ഞങ്ങൾക്ക് പണി ഉണ്ടാക്കരുതട്ടാ. താൻ ഞങ്ങൾക്ക് ഇതൊരു സ്പെഷ്യൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. മോനെ അതങ്ങനെയല്ലടാ, ഞങ്ങളുടെ വീട്ടിലേക്ക് പോണ വഴിയല്ലേ, മോൾക്ക് ഇതിലേക്ക് എപ്പോഴും പോകണ്ടല്ലേടാ. നിങ്ങൾ എങ്ങനെ ആയാലും അതൊരു ബുദ്ധിമുട്ടല്ലേ. ഡോ താൻ ഞങ്ങൾക്കെതിരെ കേസ് കൊടുക്കാറായില്ലേ? ചേട്ടാ അവരായിട്ട് ഉടക്കാൻ നിൽക്കണ്ട. തലയ്ക്ക് വെളിവില്ലാത്തവരാ. ഒരു സോറി പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കാൻ നമുക്ക്. എന്തും ചെയ്യാൻ പഠിക്കില്ല. മോനെ വേണ്ട, എടാ സോറി വേണ്ട കൂട്ട വേണ്ട. എന്താ പറയുക പ്രശ്നം? പ്രശ്നം അന്വേഷിച്ചാൽ താനാടോ. സംഭവം വരെ ആവശ്യത്തിൽ ഇടപെടാതെ വീട്ടിൽ ഇരിക്കാൻ നോക്ക്. അതെ ഞാൻ പണി തരൂട്ടാ. 80s അമ്മാവൻ അത് കൊള്ളാലോടാ. പിന്നെ ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ തീരുമാനിക്കാൻ നീയൊക്കെ ആരടാ? ഡോ വെറുതെ വാങ്ങി കൂട്ടണ്ട, നിങ്ങളൊക്കെ ഒന്നിനും കൊള്ളത്ത ഓൾഡ് ജനറേഷനാണ്. ആടി കിട്ടണമെങ്കിൽ വീട്ടിൽ പോടോ, ഇല്ലെങ്കിൽ നീ എന്നെ തല്ലൂടാ. നീ കുറച്ച് നേരത്തെ പറഞ്ഞില്ലേ 80s അമ്മാവൻ? നിന്റെ പോലെ ഈ ഫോൺ പിടിച്ച് തണുപ്പിച്ച കൈ അല്ലടാ അത്. 10-18 വയസ്സ് തുടങ്ങി നന്നായിട്ട് പണിയെടുത്തിട്ടുള്ള കയ്യാ. നീയൊക്കെ ഓരോ ഉഡായിപ്പ് ഈ ഒക്കെ പരിപാടി കാണിക്കുമ്പോ മിണ്ടാതെ പോണത് നിന്നൊക്കെ പേടിച്ചിട്ടല്ല, പിള്ളേരല്ലേ, ഒരു തമാശയില്ലെന്ന് കഴിച്ചിട്ട് മാത്രോ. പിന്നെ വലിയ അഭ്യാസത്തിന് ഇറങ്ങിയാല് നീ ഈ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളുടെ മേത്ത് നിന്റെയൊക്കെ കൈ പൊന്തിയ നിങ്ങൾക്ക് ഞങ്ങളെ തല്ലണോടാ? വേണ്ട മോളെ വേണ്ട. അച്ഛൻ മിണ്ടാതിരിക്കും, ഇവരെന്താ ചെയ്യണെന്ന് കാണാലോ. കളിമാരടാ ഞങ്ങളുടെ കൊട്ടില്ല. 80s 90s ജെൻസി ഒന്നും അല്ലടാ. മുതിർന്നവരെ ബഹുമാനിക്കുന്ന, നല്ലതിന്റെ കൂടെ നിൽക്കുന്ന, തെറ്റ് കണ്ടാ എതിർക്കുന്ന ആ ഒരു ജനറേഷനാണ് വേണ്ടത്. അല്ലാതെ 4 പേര് കൂടെ കൂടി കഴിഞ്ഞാൽ ആ എനർജിയിൽ ഏതെങ്കിലും പാവങ്ങളുടെ മെക്കെട്ട് കയറാൻ എന്ത് ചെയ്യാൻ തോന്നുന്ന ഒരു ശക്തി ഉണ്ടല്ലോ നിങ്ങൾക്കൊക്കെ. അത് നല്ലതിന് വേണ്ടി ഉപയോഗിക്കാൻ പഠിക്കണം. അതാണ് മനുഷ്യത്വം കേട്ടാ. നിങ്ങൾ എന്നെ തള്ളിയിട്ടും ചീത്ത പറഞ്ഞിട്ടും ഞാൻ പ്രതികരിക്കാതിരുന്നത് നിങ്ങൾ എൻ്റെ പേരക്കുട്ടികളുടെ പ്രായവും. ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞത് നിങ്ങളെ പിടിച്ച് അറസ്റ്റ് ചെയ്യാനൊന്നുമല്ല, നിങ്ങൾ നല്ല ഉപദേശിച്ച് നല്ല കുട്ടികളാക്കണം. നിങ്ങൾ ഈ കൊണ്ടുകിടക്കണ മൊബൈലില്ലേ, ഇതില്ലാത്ത കാലത്തും ജീവിച്ചിരുന്നവരെ ഞങ്ങൾ പാടത്തും പറമ്പിലൊക്കെ പണിയെടുത്തും ഈ റോട്ടിലൊക്കെ നടന്നും സൈക്കിൾ ഔട്ടി നടന്നൊരു കാലഘട്ടം ഉണ്ടാകാൻ ഞങ്ങൾക്ക്. നിങ്ങളൊക്കെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടത്. അത് തന്നെ ചെയ്യേണ്ടത്. ഈ പ്രായത്തിൽ നിങ്ങൾ ജയിലിൽ പോയാൽ തിരിച്ചു വരുന്നത് വലിയ കുറ്റവാളികളായിട്ടായിരിക്കും. അതുകൊണ്ട് ഒരവസരം നിങ്ങൾക്കൊക്കെ തരാം. നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടണേ, ആരാണ് നിങ്ങളുടെ പിന്നിൽ എന്നുള്ള സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടാം. നിങ്ങൾ പറ, ആരാ നിങ്ങൾക്ക് ഈ ഡ്രഗ്സ് ഒക്കെ തരണത്, ഈ തല്ലാൻ പഠിപ്പിക്കുന്നതൊക്കെ ആരാ? അത് പറഞ്ഞവർ ഞങ്ങളെ കൊല്ലും ചേച്ചി. പേടിക്കേണ്ട മക്കളെ, നിങ്ങളറിയാവുന്നൊക്കെ തുറന്നു പറ. നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. ഞങ്ങളെ പെടുത്തത് കേട്ടോ അവര്. ആദ്യം ഉപയോഗിക്കാനായിട്ട് വരണം തോന്നുന്നു. പിന്നെ ഞങ്ങൾക്കും അവരിൽ ഒരാളുണ്ട്. ഞങ്ങൾ രക്ഷിക്കണം ചേട്ടാ. നിങ്ങൾ പേടിക്കണ്ട. യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താനായിട്ട് നിങ്ങൾ പോലീസിനെ സഹായിച്ചാൽ അവർ നിങ്ങളെ മാപ്പ് സാക്ഷിയാക്കും. നിങ്ങൾ എന്തായാലും രക്ഷപ്പെടും. ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ, ധൈര്യമായിട്ടിരിക്കും. ഓക്കെ, സാരില്ലല്ലോ മക്കളെ, നിങ്ങളൊക്കെ നന്നായി കാണണം എന്നല്ല ഞങ്ങളുടെ ആഗ്രഹം.
ആളെ കൊല്ലുന്ന ഡ്രഗ്സ് വിൽക്കുന്ന ജോലി നമുക്ക് വേണ്ട. അങ്ങനെ ഇന്ന് പെട്ടെന്ന് ഒരു പോരാൻ പറ്റില്ലമ്മ. അതൊക്കെ നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാടാ. മോൻ പോണ്ടടാ. പോയില്ലെങ്കിൽ അവർ ഞങ്ങളെല്ലാവരും കൊല്ലുമ്മ. പോവാ. അമ്മ ഇത്രയും പറഞ്ഞിട്ടും മോൻ ആ ജീവിതത്തിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ തിരിച്ചു വരുമ്പോൾ അമ്മേനെ ഉണ്ടാവില്ല. ഞാൻ വരും അമ്മ. എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ഞങ്ങൾ വരും. സന്ധ്യയ്ക്ക് ദീപാരാധന കഴിഞ്ഞ് നടടയ്ക്കണ വരെ അമ്മ ഇവിടെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ പിന്നെ മോൻ്റെ അമ്മേനെ കാണില്ല. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എൻ്റെ പിള്ളേരെ തൊടാൻ മാത്രം വളർന്നോ ഈ നാട്ടിലൊരു പീറച്ചക്കനും കൂട്ടരും? വായി പറയുന്നത് അനുസരിക്കാം, അല്ലാതെ മറ്റൊരു ചിന്തയും നിങ്ങൾക്ക് വേണ്ട. നിങ്ങൾ ടെൻഷൻ ആവണ്ട, അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്താടാ നിങ്ങളുടെ മുഖത്തൊരു ഭാവമാറ്റം? ഇവിടെ വന്നടാ. ഏയ്, അവർക്കൊരു കുഴപ്പമില്ല, അവർ നമ്മുടെ പിള്ളേരാ. ആണെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ അച്ഛാ ഇവിടെ തന്നെയാണ് വരാൻ പറഞ്ഞത്? അതെ മോളെ, ഇവിടെ തന്നെയാണ്. ഐറ്റം വണ്ടിയിലിരിക്കുന്നുണ്ട്, അത് എല്ലാ പോയിന്റിലും എത്തിക്കണം. ആ പ്രതാപൻ, പ്രതാപൻ അല്ലേ? അതെ. ഇത് മകളാണല്ലേ? അന്ന് മകളുടെ ജോലിക്കാര്യത്തിന് വേണ്ടി പോയതാണ്. അതെ, എന്തേ? ചേച്ചി തെറ്റ് കണ്ട പ്രതികരിക്കാൻ താല്പര്യമുള്ള കൂട്ടത്തില്ല. അതെ, എൻ്റെ അച്ഛൻ എന്നെ അങ്ങനെ പഠിപ്പിച്ചാണിത്. പലചരക്ക് കട എങ്ങനെ നന്നായിട്ട് പോകണ്ടോ? കടയൊക്കെ നന്നായിട്ട് പോകണം. നിങ്ങളുടെ പ്രശ്നം എന്താ? ചൂടാവല്ല പ്രതാപേട്ടാ. പ്രതാപ ചേട്ട പലചരക്കടയിൽ ഞങ്ങൾ ഇടപെടാൻ വന്നാൽ പ്രതാപൻ ചേട്ടൻ അത് ഇഷ്ടപ്പെടും. മനസ്സിലായില്ല. തൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ഞാൻ വന്നില്ലല്ലോ. അതേപോലെ എൻ്റെയും എൻ്റെ പിള്ളേരുടെ കാര്യത്തിൽ ഇടപെടാൻ വന്നേക്കരുത്. വീടിനടുത്തുള്ള കിണറ്റിലിട്ട് 3-2 ജീവനോടെ ഒന്ന് പോടോ. രാമനാമം ചൊല്ലി വീട്ടിലിരിക്കേണ്ട സമയത്ത് അത് ചെയ്യണം. അല്ലാതെ നാട് നന്നാക്കാൻ ഇറങ്ങിയ ഒറ്റ തിരിയിട്ട് കത്തിച്ച നിലവിളക്കിന് മുമ്പിൽ പൊതിഞ്ഞു കെട്ടിക്കിടക്കുമ്പോ കരഞ്ഞ് പ്രാർത്ഥന ചൊല്ലേണ്ടി വരും ബന്ധുമിത്രാദികൾക്ക്. ചേട്ടനാള് കൊള്ളാലോ അച്ഛാ. നമ്മൾ പേടിച്ചൂല്ലേ ഈ പറയണ കേട്ടിട്ട്? പിന്നെ ഈ സാറ് ഇത്ര വലിയ കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പേടിക്കാതിരിക്കാൻ പറ്റുമോ? സാറല്ല, ബായ് ബായ്. നിന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായിടാ. അല്ല, നീ എങ്ങനെയാടാ ബായി ആയത്? ബായ് എന്ന് പറഞ്ഞ സഹോദരൻ. എപ്പോഴും കൂടെ നിൽക്കേണ്ടവനാണ് സഹോദരൻ. നല്ലത് പറഞ്ഞു കൊടുക്കുന്നവനാണ് സഹോദരൻ, അല്ലാതെ മറ്റുള്ളവരെ ഇല്ലാതാക്കുന്നവനല്ല. അന്വേഷിപ്പും കണ്ടെത്തുന്നതാണ് വചനം. അന്വേഷിക്കാതെ തന്നെ നിന്നെ കണ്ടെത്തി. നിന്നെയും കൂടി കാത്തിരിക്കായിരുന്നു ഞങ്ങൾ. വചനൊക്കെ കറക്റ്റ് തന്നെയാണ്. അന്വേഷിച്ച് തന്നെയാണ് ഇവിടെ എത്തിയത്. അത് പക്ഷെ നീ എന്നെയല്ല, ഞാൻ നിന്നെ. അത് നിനക്ക് പതിയെ മനസ്സിലാവും. നിന്റെ മുഖത്തെ ഈ ചിരി അവസാനിക്കാറായടാ. ഈ ചിരി വായിക്കാനായിട്ട് നീയും നിന്റെ ഈ ബോസും മതിയാവില്ലടാ. അതിന് മുകളിൽ ഒരാളുണ്ട്, ആള് തീരുമാനിക്കും. എൻ്റെ പ്രോപ്പർട്ടിയിൽ ഞാൻ വിരിച്ച വലയിൽ മരണത്തിൻ്റെ മുമ്പിലായിട്ടും നിന്റെ മുഖത്തുള്ള ആ കോൺഫിഡൻസ് അത് ഞാൻ സമ്മതിച്ചു തന്നിരിക്കും. ബൈ, 5 മിനിറ്റിനുള്ളിൽ നമ്മൾ ടീമെത്തും. 5 മിനിറ്റ് മതിയാ? വേണമെങ്കിൽ കുറച്ച് സമയം കൊണ്ട് എടുത്തോട്ടെ, അല്ലേ? പിന്നല്ലാതെ. പക്ഷേ ആരും മിസ്സാവരുത്. എല്ലാവരും ഇവിടെ വരണം. നിന്റെ അവസാനം കൊല്ലും നിന്നെ. അവസാനമാണ് മരണമല്ലാത്ത അവസാനം. ഈ കുട്ടികളെ വരെ മയക്കുമരുന്നിന് അടിമയാക്കുന്ന, അവരതിൻ്റെ ക്യാരിയർമാരാക്കുന്ന, അവരെ ജീവിതം നശിപ്പിക്കുന്ന തൻ്റെ അവസാനം. പിള്ളേരെ, ഇവരാരും ഇനി വേണ്ട, അവരാണ് പറഞ്ഞു വിട്ടേക്ക്. ചേട്ടാ ഞങ്ങളെ രക്ഷിക്കണം ചേട്ടാ. നിങ്ങൾ ടെൻഷൻ ആവണ്ട. അവരെ വിളിക്കുമ്പോൾ ഞങ്ങൾ പോയില്ലെങ്കിൽ ഞങ്ങൾ അവരെ കൊല്ലും ചേട്ടാ. നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഡ്രഗ്സ് സപ്ലൈ ചെയ്യാറുണ്ടോ? സ്കൂളും കോളേജ് സൈഡൊക്കെ അവർ ഞങ്ങളെ ഏൽപ്പിക്കാറ്. അതെങ്ങനെയാണ് നിങ്ങളിലേക്ക് എത്തണത്? ബ്ലാങ്ക് മെസ്സേജ് അടുപ്പിച്ച് 3 എണ്ണം വരും. അതിൽ ഡോട്ടുള്ളതാണ് കോഡ്. അപ്പോൾ ഞങ്ങളവിടെ എത്തണം. സമയം ഉച്ചയ്ക്ക് മുമ്പായിരിക്കും. ഇന്നിപ്പോൾ അവർ മെസ്സേജ് വന്നിട്ടുണ്ടല്ലേ, നമുക്ക് ചെറിയൊരു കളി കളിക്കാം. നമ്മൾ തമ്മിലിപ്പോൾ കണ്ടത് ആരും അറിയണ്ട. ഓക്കെ? എടാ എച്ചിൽപ്പട്ടികളെ, എൻ്റെ കയ്യിൽ നിന്ന് തിന്നു വീർത്തിട്ട് എനിക്കെതിരെ വരുന്നോടാ. ഡോ, താൻ ഞങ്ങളെ പെടുത്തിയല്ലേ തൻ്റെ കാര്യങ്ങൾ നടക്കാൻ. തനിക്ക് ഞങ്ങളെ വേണമായിരുന്നു തൻ്റെ അടിമയായിട്ട്. ഒരാളും ഇവിടുന്ന് ജീവനോടെ പോവില്ല. പോകും ചേട്ടാ, അത് ഞങ്ങളുടെ തെറ്റേതിപ്പേ കുറ്റപ്പെടുത്തൽ മാത്രമായിരുന്നു. ഞങ്ങളെ മാറ്റിയെടുക്കാൻ ആരും ഉണ്ടായില്ല. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഇവരൊക്കെ ഉണ്ട്. ചെയ്ത് തെറ്റാന്ന് മാത്രമല്ല, എങ്ങനെ നന്നാവുന്ന അവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. നീ പറഞ്ഞില്ലേ ജീവനോടെ കിണറ്റിലിട്ട് മൂടുന്നു. കിണർ മൂടാനുള്ളതല്ല, അത് ജലം തരാനുള്ളതാണ്. ആ ജലമാണ് നമ്മുടെയൊക്കെ നിലനിൽപ്പ്. താൻ പറഞ്ഞില്ലേ കൊല്ലുമെന്ന്?
അങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ ചുറ്റും നിന്ന് ബന്ധുക്കൾ പ്രാർത്ഥിക്കുമെന്ന്? അതിനൊക്കെ ഒരു ഭാഗ്യം വേണം. താനൊക്കെ മരിച്ച ആളുകൾ ദൈവത്തോട് നന്ദി മാത്രം പറയാ. നീ ഒറ്റൊരുത്തനാ ഇവർക്ക് ഈ ധൈര്യം കൊടുത്തേക്കുന്നത്. പിന്നെ ഞാൻ ഈ കത്തിക്ക് ആളെ തിരിച്ചറിയാനുള്ള കഴിവില്ല. ഞാൻ അമർത്തിയാലും തന്റെ ശരീരത്തിൽ കയറും. വണ്ടിയിലുണ്ടല്ലേ? എടോ 5 മിനിറ്റിനുള്ളിൽ ഇവിടെ പോലീസ് വരും, കൂടെ മാധ്യമങ്ങളും. പിന്നെ താൻ പറഞ്ഞില്ലേ തൻ്റെ ഒരു ടീം, അവരൊക്കെ പോലീസിന്റെ കസ്റ്റഡിയിലാടോ. ഇത്രയും തെളിവുകളുടെ ഉള്ളിൽ നിന്ന് തന്നെ പോലീസ് കൊണ്ടുപോയിട്ട് പിന്നെയും താൻ രക്ഷപ്പെട്ടു വരികയാണെങ്കിൽ അപ്പൊ നമുക്ക് രണ്ടാമതൊരു അംഗത്തിൽ വെച്ച് വീണ്ടും കാണാം. അമ്മ ഞമ്മ ഞമ്മ പറയുന്ന പോലെ ജീവിക്കാൻ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഇവർക്കിനി ആരും പേടിക്കാണ്ട് ജീവിക്കാം. അമ്മയുടെ മകനായി. മോളെ ഇത് ബാഗിലേക്ക് വെച്ചോ. മോൾക്ക് ഇഷ്ടപ്പെട്ട ഇഞ്ചും പുളിയാണ്. മോളുടെ കാര്യത്തിൽ അച്ഛൻ ഇപ്പോഴൊരു ആശ്വാസമായത്. മോൾ ആഗ്രഹിച്ച ജോലിയും നല്ല ശമ്പളവും. ഏട്ടാ, നിങ്ങൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കിയില്ലേ? അതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട്. നീ ടെൻഷൻ ആവണ്ട. അമ്മ പേടിക്കണ്ടമ്മ, എല്ലാം ഓക്കെയാണ്. അച്ഛൻ നാളെ രാവിലെ 6 മണിക്കല്ലേ പോകേണ്ടത്? അതെ അതെ. അപ്പൊ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ എത്താം. 6 മണിക്ക് തന്നെ നമുക്ക് പോവാം. അതെ മോളെ. എന്തോ മോൾക്ക് എന്താ ജോലി എന്ന് പറഞ്ഞേ? അമ്മയ്ക്ക് അത് അങ്ങോട്ട് മനസ്സിലായില്ലല്ലോ. നാളെ മുതൽ ട്രൂ വിഷൻ ന്യൂസ് ചാനലിൻ്റെ ക്രിയേറ്റീവ് ഹെഡ് ഞാനാണ്. ഞാൻ ആഗ്രഹിച്ച ജോലി. ഇന്നാട്ടിലെ പല പ്രമുഖരുടെയും തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഞാൻ പുറത്തു കൊണ്ടുവരും. എനിക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി. സമാധാനം ഉണ്ടാവില്ല. തെറ്റുകൾക്കെതിരെ പ്രതികരിക്കുന്നതുകൊണ്ട് സമാധാനം നഷ്ടപ്പെടില്ല. അവസാന വിജയം നന്മയുടേതായിരിക്കും. അച്ഛനുണ്ട് കൂടെ. മോള് ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. അതെ, ഞാൻ എന്തോ പറയാൻ മറന്നല്ലോ. ഇവളുടെ ഒരു കാര്യം 24 മണിക്കൂറും അതെ അതെ. നീ പോയി ഒരു ചായ എടുത്തേ. മോൾക്ക് ചായ വേണോ? ഹലോ, എന്താ എന്താ പെട്ടെന്ന്? ഹലോ ഹലോ, എന്തു പറ്റി മോളെ? നാളെ ജോലിക്ക് ജോയിൻ ചെയ്യണ്ടെന്ന് അവർ പിന്നെ വിളിക്കാം. പ്രതാപനല്ലേ? അതെ. മോളുടെ ജോലി നഷ്ടപ്പെട്ടല്ലേ? നിങ്ങൾ ആരാണ്? ഞങ്ങൾ ആരെങ്കിലും ആവട്ടെ, രക്ഷിക്കാൻ എപ്പോഴും അവനുണ്ടാവണമെന്നില്ല. ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഇന്ന് നഷ്ടപ്പെട്ടത് ജോലിയാണെങ്കിൽ നാളെ നഷ്ടപ്പെടുന്നത് മകള് തന്നെയായിരിക്കും. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. ഹലോ ഹലോ ഹലോ. എന്താ അച്ഛാ? ആരെ വിളിച്ചേ? എന്താ പ്രശ്നം? മോളുടെ ജോലി കളഞ്ഞ അവരാ ബായിയുടെ ടീം. അങ്ങനെ ജോലി റെഡി ആയല്ലേ? കാത്തൊരു ജോലി. കൺഗ്രാറ്റ്സ്. ഇതെന്തത് ഒരാളുടെ മുഖത്തൊരു സന്തോഷമില്ലാത്ത? എന്ത് പറ്റി കേട്ടോ? ഒന്നുമില്ലടാ, ജോലി ശരിയായില്ല. എല്ലാം റെഡിയായി. നാളെ ജോയിൻ ചെയ്യാൻ ലെറ്റർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ കേട്ടോ? ഇല്ലടാ, ഒന്നുമില്ല. അച്ഛൻ്റെ സ്ഥാനവും സ്നേഹവും നൽകിയിട്ടുണ്ട് ഞാൻ പ്രതാപേട്ടന്. എന്താ ഏട്ടാ പ്രശ്നം? എന്നോട് പറ. അവരുടെ ആ ബായി അവരുടെ മോളുടെ ജോലി കളഞ്ഞത്. ഇനി മോളെ കൊല്ലുന്ന ഭീഷണി. കളിക്കാൻ നീ ഇറങ്ങിയപ്പം ആലോചിച്ചില്ല നീ, നിനക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടാനുണ്ടെന്ന്. ആരാടാ നീ? ഹായ്, ദേഷ്യപ്പെടലടാ. നിന്റെ ആത്മാർത്ഥ സുഹൃത്ത് ഇവിടെ വേദന കൊണ്ട് പൊളയുന്നുണ്ട്. നീ ഒറ്റയ്ക്ക് വാ. എന്നിട്ട് പറ്റുമെങ്കിൽ നീ ഇവനെ രക്ഷിച്ചിട്ട് പോ. ഞാൻ വരൂടാ. നീ അവനെ എവിടെ ഒളിപ്പിച്ചാലും ഞാൻ വരും. എൻ്റെ കൂട്ടുകാരനെ ഞാൻ രക്ഷിച്ചിരിക്കും. അത് അവന് എന്നിലുള്ള വിശ്വാസമാണ്. ആദ്യം നീ ഇങ്ങോട്ട് വാടാ, ബാക്കിയല്ല എന്നിട്ട്. എന്താണ്? എന്താ പ്രശ്നം? നമ്മുടെ ദിജീഷ് ചേട്ടൻ അവരുടെ കസ്റ്റഡിയിലാണ്. അവനെ രക്ഷിക്കണം. വാ, നമുക്ക് പോകാൻ രക്ഷിക്കണം. ഞാൻ ഒറ്റയ്ക്ക് ചെല്ലണമെന്നാണ് അവരുടെ ഡിമാൻഡ്. ഇല്ലടാ, നിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടില്ല. നീ ഒറ്റയ്ക്ക് പോണ്ട, ഞാനും വരും നിന്റെ കൂടെ. ചേട്ടൻ വരണ്ട. അവരെന്നോട് ഒറ്റയ്ക്കല്ലല്ലേ പറഞ്ഞത്. ഞാൻ പോയിട്ട് വരാം.
നീ വന്നല്ലടാ, കളിക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് എതിർഭാഗത്ത് ആരാണെന്നുള്ളതൊന്ന് ആലോചിക്കണ്ടടാ. എടാ ബായി അറസ്റ്റ് ചെയ്ത പ്രശ്നങ്ങളൊക്കെ അവിടെ തീർന്നു നീ വിചാരിച്ച? ഈ കളി ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ലെന്ന് നിന്നെക്കാ കൂടുതൽ എനിക്കറിയാം. അപ്പൊ എല്ലാം അറിഞ്ഞിട്ടാണ് നീ ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്. ഞാനൊക്കെ എന്നും ജയിലിൽ കിടക്കുന്നു വിചാരിച്ചോ നീ? ഞങ്ങൾ പിള്ളേർക്ക് ഡ്രഗ്സ് വിൽക്കുകയും ചെയ്യും, അവരെ കൊണ്ട് വിൽപ്പിക്കുകയും ചെയ്യും. ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടാ? അവരൊക്കെ നേർവഴിക്ക് നടത്താനായിട്ട് നീ ആരാടാ? അവരുടെ തന്ത. ഞാനൊരു പൗരൻ, ഓരോ പൗരന്റെയും കടമേടാ അത്. എന്തടാ നിങ്ങക്ക് ഞങ്ങൾ തല്ലണോ? നിനക്ക് ദേഷ്യം വരുന്നുണ്ടോടാ? അവന്റെ ഒരു കടമ. ഞങ്ങളുടെ കയ്യിൽ നിന്ന് നീ ഇന്ന് രക്ഷപ്പെടില്ലടാ. ആ കടമ നിറവേറ്റാൻ വേണ്ടി നീ പോലീസിന് പിടിച്ചെടുത്ത ഞങ്ങളുടെ ബായി, അത് ഞങ്ങളുടെ വേറെ ഒരു ഇതളാ. ഒരാൾ പോയാൽ 9 പേര് വരും. പിന്നെ ഞങ്ങളുടെ ബായി അടുത്ത ആഴ്ച ഇറങ്ങും. അതിനു മുമ്പ് നിന്നെ ഞങ്ങൾ തീർക്കും, ഇവിടെ വെച്ച് തീർക്കും. കോപ്പേ, ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ പറഞ്ഞിട്ടല്ല പോന്നേക്കുന്നത്, തിരിച്ചങ്ങോട്ടേക്ക് ചെന്നേക്കാവുന്നു. പിന്നെ ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരുത്തൻ എൻ്റെ ശരീരത്തിൽ കൈവച്ച കൈ ഞാൻ വെട്ടിയിരിക്കും. അതിനുള്ള തൻ്റെ ഇടം ചങ്കുറ്റം ഉള്ളതുകൊണ്ടാ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വന്ന് നിൽക്കണത്. ചാവാൻ പോകുന്നവൻ്റെ ഒരു ചങ്കുറ്റം പറഞ്ഞു കേട്ടു. ഏത് അപകടത്തിലും ചെന്ന് കയറുന്ന നിന്നെ പറ്റി. എവിടെടാ നീയൊക്കെ പിടിച്ചു വെച്ചേക്കണ ദിജീഷ്? നിന്റെ കൂട്ടുകാരനെ തൊട്ടാ നിനക്ക് നോവുമല്ലടാ. നീ കയറി വന്ന സ്ഥലം മാറിപ്പോയി. ഒരു തലമുറയെ തന്നെ ഇല്ലാതാക്കാൻ നീയൊക്കെ ഇത്തരം ഡ്രഗ്സ് വയ്ക്കുമ്പോ നിന്നെയൊക്കെ പൂട്ടാൻ വേണ്ട ആരെങ്കിലും ഒരാള്. എവിടെടാ ദിജീഷ്? ഇന്ന് വൈകുന്നേരം അറബിക്കടയിലെ മീനുകൾക്ക് ഞങ്ങളൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് നിന്റെ കൂട്ടുകാരൻ്റെ ശരീരം കട്ട് ചെയ്ത് അങ്ങോട്ട് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഡ്രഗ്സ് നൽകുന്നത് ബായിക്ക് നൽകുന്നത് നീ. നിന്റെ പിന്നിൽ ആരാടാ? ജീവൻ വേണമെങ്കിൽ സത്യം പറയടാ. ഞാൻ എല്ലാം പറയാം. നിങ്ങളാരാ? അത് നീ അറിയേണ്ട സമയമായിട്ടില്ല. ഇപ്പം ഞങ്ങൾ ചോദിച്ചതിന് മറുപടി പറ. നിനക്ക് ഡ്രഗ്സ് തരുന്നത് ആരാ? ഞാൻ പറയാം. മസൂദ് ഭായ്. മസൂദ് ബായ് അല്ലേ? നമ്മുടെ തീരങ്ങളിലേക്ക് മത്സ്യബന്ധന ബോട്ടുകൾ വഴി ഡ്രഗ്സ് എത്തിക്കുന്ന മസൂദ് ബായ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇറാനും അടങ്ങുന്ന ഗോൾഡൻ ക്രസൻറ്റ്, ഇന്ത്യൻ യുവത്വത്തെ വഴിതെറ്റിക്കുന്ന ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് വരുന്ന ഗോൾഡൻ ക്രസൻറ്റ്, അവിടേക്ക് ഞങ്ങളുണ്ടാ നിൻ്റെയൊക്കെ പിന്നാലെ, മസൂദ് ബായുടെ പിന്നാലെ. നിന്നെ ഞങ്ങൾ വെറുതെ വിടുകയാണ്. നീ ചെല്ല് നിന്റെ മസൂദ് ബായുടെ അടുത്തേക്ക്. കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അത് ബായ്. നമ്മുടെ ആളുകൾ പലരും ജയിലിലാണ്. കുറച്ചാളുകളെ അവൻ കൊല്ലുകയും ചെയ്തു. അവരാരടാ? അതൊരു നാട്ടിൻപുറത്ത് സാധാരണക്കാരനെന്ന് പറഞ്ഞത്. ഡാഡാ, ഞാൻ ഈ പണി തുടങ്ങിയിട്ടേ വർഷം കുറയായി. ഡ്രഗ്സ് വിൽക്കുന്ന പിള്ളേർ വഴിയായി അവർ ബായിയെ പൂട്ടി. ബായി വഴി അവർ നിന്റെ ടീമിലും എത്തി. അവൻ വെറും ഒരു സാധാരണക്കാരനല്ല. അവൻ്റെ അടുത്ത ടാർഗറ്റ് ഞാനായിരിക്കും. അവൻ എന്നെ തേടി വരുന്നതിന് മുമ്പ് അവന് എനിക്ക് വേണം. 24 മണിക്കൂർ സമയം നിനക്ക് ഞാൻ തരുന്നു. അതിനുള്ളിൽ അവൻ ഇവിടെ എത്തിയിരിക്കണം. അവനെ കിട്ടിയില്ലെങ്കിൽ അവന് വേണ്ടപ്പെട്ട ആരെയെങ്കിലും ഇവിടെ എത്തിച്ചിരിക്കണം. ഞാൻ കൊണ്ടുവരും ബൈ. ഈ ജോലി ഡെമോക്രസിന്റെ വാള് പോലെയാണ്. സുഖങ്ങളോടൊപ്പം മരണവും കൂടെ ഉണ്ടായിരിക്കും. ഇതൊരു തീക്കളിയല്ലേ? എന്തും ചെയ്യാൻ മടിക്കാത്ത അവരുടെ അടുത്തേക്ക് അവളെ ഒറ്റയ്ക്ക് പറഞ്ഞയച്ചത്. നമുക്ക് മസൂദിലേക്ക് എത്താൻ മറ്റൊരു മാർഗവുമില്ല. She knows exactly what she is doing. She will be completely safe. I assure it. എന്നാലും Don't worry. നീ ഇതിന്റെ പുറകിൽ കാണുന്ന കടൽ കണ്ടു? അതിൽ കാണുന്നത് വെറും വെള്ളമല്ല, എന്നെ ഞാനാക്കിയ എൻ്റെ പാതയാണ്. ഇത് എൻ്റെ സാമ്രാജ്യമാണ്. ഞാനിവിടുത്തെ രാജാവ്. എൻ്റെ പേര് കേട്ടാൽ പേടിക്കും, എൻ്റെ മുഖം കണ്ടാൽ ഓടി ഒളിക്കും ഇവിടെയുള്ള ഓരോ നാട്ടുകാരും. പോലീസ്, കസ്റ്റംസ്, പൊളിറ്റീഷ്യൻസ്, ഇവരെല്ലാം എൻ്റെ ഗെയിമിൻ്റെ ഭാഗമാണ്. ഞാൻ പറയുന്നത് മാത്രം അനുസരിക്കുന്ന എൻ്റെ കളിപ്പാവകൾ. ചാവാതിരിക്കണമെങ്കിൽ നീ പറഞ്ഞോ. അവരൊക്കെ എവിടെയുണ്ട്? അവരിവിടെ തന്നെയുണ്ട്.
നിങ്ങൾ പറയുന്നതെല്ലാം കേട്ട് നിങ്ങളുടെ തൊട്ടടുത്ത് നിങ്ങൾ എന്താ വിചാരിച്ചേ? നിങ്ങൾ എന്നെ പിടിച്ചിട്ട് വന്നതാണെന്നോ? തൻ്റെ ഈ ബിൽഡിങ് പോലീസും കോസ്റ്റ് ഗാർഡും വളഞ്ഞിരിക്കുകയാണ്. മസൂദ് ബായ്, ഗോൾഡൻ ക്രസന്റ് വഴി വരുന്ന മയക്കുമരുന്നിന്റെ കേരളത്തിലെ ഡീലർ. നിന്നിലേക്ക് എത്താൻ ഞങ്ങൾക്കൊരു വഴി വേണമായിരുന്നു, തെളിവോടെ. മസൂദ് ഭായ്, നിന്റെ പടർന്ന് പന്തലിച്ച കൊമ്പുകളെല്ലാം വെട്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. ആരാണ് നിങ്ങൾ? ഞങ്ങൾ ആരാണെന്ന് പറഞ്ഞതിന് മുമ്പ് മറ്റൊരാളെ കുറിച്ച് പറയാം. നീയും നിന്റെ കൂട്ടാളികളും കൂടി കഴിഞ്ഞ ദിവസം ഒരാൾ ഇല്ലാതാക്കിയില്ലേ? അത് ദിജീഷ്, SI ദിജീഷ്, അണ്ടർ കവർ സ്പെഷ്യലിസ്റ്റ്. ഞാൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് അരുന്ധതി. ഞാൻ ഫീൽഡ് ഓപ്പറേഷൻ ചീഫ് CI പ്രഭാകർ. ഇത് ഞങ്ങളുടെ ലീഡർ ACP സൂര്യകിരൺ. കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ കേരള തീരങ്ങളിലേക്ക് എത്തിയത് 10 കണക്കിന് ഡ്രഗ്സ് ആണ്. അതിൻ്റെയൊക്കെ പിന്നിൽ നിന്റെ ഈ കറുത്ത കൈകളുണ്ടായിരുന്നു. പക്ഷെ നിന്റെ അടുത്തേക്ക് എത്താനുള്ള തെളിവുകളൊക്കെ നീ മാറ്റി കളഞ്ഞു. അതിന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലും പലരും നിന്നെ സഹായിച്ചിട്ടുണ്ട്. ആദ്യം ഇവൻ അങ്ങോട്ട് പോട്ടെ, ഞങ്ങളുടെ SI പോയോടത്തേക്ക്. ഇത് ഞങ്ങൾ ചെയ്തൊരു അണ്ടർ കവർ ഓപ്പറേഷൻ ആയിരുന്നു. അതിൽ നീ വന്ന് ചാടി, നിന്നെ ചാടിച്ചു ഞങ്ങൾ. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? തലമുറകളോളം ജീവിക്കാനുള്ള പണം ഞാൻ നിങ്ങൾക്ക് തരാം. താൻ കാരണം മയക്കുമരുന്നിന് അടിമപ്പെട്ട് മരിച്ചവരുടെ ജീവൻ തിരിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റുമോ? അവരെ ഓർത്ത് നീറി നീറി ജീവിക്കുന്ന അമ്മമാരുടെ വേദന മാറ്റി കൊടുക്കാൻ എനിക്ക് പറ്റുമോ? നിനക്കതിനൊന്നും സാധിക്കില്ല. പണമുണ്ടാക്കാൻ പാവപ്പെട്ട കുട്ടികളെ നീ ഉപകരണമാക്കി. തെറ്റല്ലടാ അത്. നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 24 മണിക്കൂർ പോലും നിങ്ങൾക്ക് എന്നെ ജയിലിൽ കിടത്താൻ പറ്റില്ല. പറന്നിറങ്ങും സുപ്രീം കോടതി വക്കീലന്മാർ. ഡ്രഗ്സ് നൽകി നീ നശിപ്പിച്ച ഈ നാട്ടിലെ യുവത്വത്തിന്റെ വേദനയിൽ നിന്ന്, അവരുടെ അമ്മമാരുടെ ഒരിക്കലും തീരാത്ത കണ്ണുനീരിൽ നിന്ന് നിന്റെ ഈ സാമ്രാജ്യത്തെ പിടിച്ചു നിർത്താനായിട്ട് പറന്നിറങ്ങുവിടേക്ക് സുപ്രീം കോടതി വക്കീലന്മാരും പിന്നെ അധികാരത്തിന്റെ എല്ലാ സുഖങ്ങളിലും ജീവിച്ച് നിനക്ക് വേണ്ടി പണിയെടുക്കുന്ന നിന്റെ കള്ളക്കടത്ത് കൂട്ടാളികളും. ഇവർക്ക് ആർക്കും നിന്നെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ലടാ. മസൂദ് ഭായ് എന്ന ലോകം ഇവിടെ അവസാനിക്കുക. മയക്കുമരുന്ന് കച്ചവടത്തിലൂടെ നീ ഉണ്ടാക്കിയ പണത്തിനും ആ പണം കൊണ്ട് നേടിയ ഒരു ശക്തിക്കും നിന്നെ ഇവിടെ നിന്ന് രക്ഷിക്കാനാവില്ല. നീയും നിന്നെപ്പോലുള്ളവരും അർഹിക്കുന്ന അവസാനം. 2 കൈയും 2 കാലും വെട്ടിയെടുത്തിട്ട് ജീവിക്കാൻ വിടാന്ന് പറഞ്ഞു CI സാറ്. പക്ഷെ നീ അതുപോലും അർഹിക്കുന്നില്ല. കാരണം നീ ഇല്ലാതാക്കിയ ഒരുപാട് ജീവിതങ്ങളുണ്ട്. അവരെ പോലെ നീയും ഇല്ലാതാവണം. ഒരാളെ കൊന്ന അവൻ ഹീറോ, അവനെ വാഴ്ത്താൻ വരും മാധ്യമങ്ങള്. എന്നാൽ അതിൻ്റെ 10 ഇരട്ടി ചങ്കുറ്റുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അവരൊരാളെയും കൊല്ലില്ല, അവർ ജീവിച്ച് കാണിക്കും, ഏത് പ്രതിസന്ധിയിലും തളരാതെ. നിന്റെ മരണം അവർക്ക് കൂടി വേണ്ടിയിട്ടുള്ളതാണ്.